ഹലോ ഗെയ്സ്, ഇന്ന് നമ്മുടെ വീട്ടിലെ കാപ്പിക്കുരു പറിക്കാൻ പോവാണ്. അപ്പം നമുക്ക് താഴത്തേക്ക് പോകാം. അമ്മ താഴെ നിന്ന് പറിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഇതുകൊണ്ട് ആ മലകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ കണ്ടോ, മുറ്റം നല്ല തണലാണ്. കാരണം ഇവിടെ നിറച്ചും മരങ്ങളാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിറച്ച് മരങ്ങളായതുകൊണ്ടാണ് ഇത്രയും വെയിലിറങ്ങാത്തത്. റബ്ബർ തോട്ടമാണ്. നമുക്ക് നമ്മുടെ കാപ്പിത്തോട്ടത്തിലേക്ക് പോവാം. വരൂ ഗായ്സ്. കാപ്പിത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിമനോഹരമായ കുറേ ഏക്കറിൽ കിടക്കുന്ന കാപ്പിത്തോട്ടം ഒന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറ്റിക്കാപ്പി അല്ല. നമ്മൾ സാധാരണയായിട്ടും എല്ലാവരും കണ്ടിട്ടുള്ളത് ഈ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കുറ്റിച്ചിങ്ങനെ കാപ്പിത്തോട്ടങ്ങൾ നിൽക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അത്രയിലത്തെ അല്ല, സാധാരണ നാടൻ കാപ്പി. അതിങ്ങനെ ഉയരത്തിൽ പോകും. നമ്മളിവിടെ വെട്ടിയൊന്നും വിടത്തില്ല, അതിന്റെ ഇഷ്ടത്തിന് അതങ്ങ് വളർന്നു പോകും. അത് കായകൾ തരും. നമ്മൾ അധികം വളമൊന്നും കൊടുക്കാറില്ല. ഈ കാപ്പിയിൽ ഉണ്ടാകുന്ന കുരു അതൊരു ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനതൊന്ന് രുചിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിന് നല്ല മധുരമൊക്കെ ഉണ്ട്. ആ കിളികളെ ഓടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഈ കുപ്പികൾ. ഇതിന്റെ സൗണ്ട് ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ കൃഷി നശിപ്പിക്കാൻ വേണ്ടി പല വന്യജീവികളും ഇവിടെ എത്താറുണ്ട്, കുരങ്ങന്മാർ. അതുപോലെ അവർ ഈ സൗണ്ടുകൾ കേൾക്കുമ്പോൾ പേടിച്ചോടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ബിയർ കുപ്പികൾ ഇതുപോലെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് അധികം ദൂരമൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീടിരിക്കുന്നതിന് തൊട്ട് താഴെ ഈടുകുഴി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും കേട്ടോ. ഇതെല്ലാം കേട്ടോണ്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടോണ്ട് ഇവിടെ ഒരാൾ ഒളിച്ചു നിന്ന് നമ്മുടെ കാപ്പിക്കുരു പറിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ അമ്മ ഇവിടെ നിന്ന് ഓരോ കാപ്പിക്കുരു എടുത്ത് ബക്കറ്റിൽ ഓട്ടിട്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാടൻ കാപ്പിക്കുരു കേട്ടോ. ഈ ചുവന്ന കളർ, നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ കളറില്ലേ, പച്ചയുണ്ട് കേട്ടോ. അത് വിളഞ്ഞതായതുകൊണ്ടാണ് അമ്മ പറിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറ്റിക്കാപ്പിയുടെ ഇനത്തിൽ പെടുന്നതല്ല, നാടൻ കാപ്പിക്കുരുവിന്റെ ഇനത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇത് നല്ല ഹൈറ്റിലാണ് ഇതിന്റെ തൈകളൊക്കെ വളർന്നു പോകുന്നത്. അത് കാരണത്താൽ നമുക്ക് മുഴുവൻ പഴുക്കുന്നത് വരെ നോക്കി നിൽക്കാനും പറ്റത്തില്ല. കാരണം അത് പൊഴിഞ്ഞു താഴെ വീഴും. അപ്പൊ നമ്മളിത് തോട്ടി വെച്ച് വലിച്ച് താഴത്തോട്ടാക്കിയിട്ട് അങ്ങനെയാണ് പറിച്ചെടുക്കുന്നത്. കൂടുതലും ഈ കാപ്പിക്കുരു പഴുത്തു കഴിഞ്ഞാൽ പാറാന്, മരപ്പെട്ടി അങ്ങനെയുള്ള വന്യജീവികളാണ് ഇത് കൂടുതലും തിന്നുന്നത്. ഈ മരപ്പെട്ടി തിന്നുന്ന ആ കാപ്പിക്കുരുവാണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ കാപ്പിക്കുരു എന്നാണ് പറയുന്നത്. അതിനെ കൊണ്ട് നമ്മുടെ ഈ കാപ്പിക്കുരു കഴിപ്പിക്കുന്നു. അതിൻ്റെ തോടെല്ലാം അതിന് വേണ്ട ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്നു. ബാക്കി വരുന്നത് അതിൻ്റെ അപ്പി എന്ന് പറയുമ്പോൾ ഈ കാപ്പിക്കുരു മാത്രമായിരിക്കും. അത് നല്ലതായിട്ട് വൃത്തിക്ക് കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ നല്ല കോഫി പൗഡറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ ഇതിന്റെ ഓരോ തണ്ടിലും ഇങ്ങനെ ഇലയുള്ള ഭാഗത്തെല്ലാം ഇതിന്റെ കുരുക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് പറിച്ചെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. ടൈറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചാൽ മാത്രമേ കാപ്പിക്കുരു ആ കമ്പിൽ നിന്ന് നന്നായിട്ട് ഊരി വരത്തുള്ളൂ. ഈ മണമാണ് കേട്ടോ, ഇത് കണ്ടോ. ഈ അമ്മ മുല്ലപ്പൂവിന്റെ അതേ മണം അല്ലേ? മുല്ലപ്പൂവിന്റെ അതേ മണമാണ് കഴിച്ചത്. ഇനിയിപ്പം തേനീച്ച വരും, വന്നിട്ട് ഇതിന്റെ എല്ലാം പൂവിന്റെ എല്ലാം മധു എടുത്തോണ്ട് പോയിട്ട് ഈ തേനീച്ച കൂടുണ്ടാക്കി തേനുണ്ടാക്കും. ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് തേനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തേനൊന്നും അല്ല. ഈ കല്ലുംപോട്ടിലൊക്കെ ഇവർ തന്നെ കൊണ്ട് ശേഖരിച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഒരു തേൻ കിടപ്പുണ്ട്. അപ്പം ഈ പൂവ് നാച്ചുറൽ പൂവെന്നൊക്കെ തേനൊക്കെ എടുത്ത് കൊണ്ടുപോയി ശേഖരിച്ചുണ്ടാക്കുന്നതാണ് അവരുടെ ഒരു കഷ്ടപ്പാടാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ചെറുതേനും വൻതേനും. ചെറുതേനെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ മേളിൽ കാണും, വെല്ലുമ്മച്ചിയുടെ ആ ഇടിക്കകത്തല്ലേ, അല്ല ഇവിടെ ഇല്ല. അതെന്ന് പറയുമ്പം ഈ കല്ലുംപോട്ടിൽ അങ്ങനെ ഒത്തിരി സ്ഥലത്തൊന്നും ചെറുതേനിരിക്കില്ല, മരപ്പൊത്തിനകത്ത് അങ്ങനെയൊക്കെ സ്ഥലത്താണ്. പക്ഷെ മറ്റേ തേനെന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് ഈടിയില്ലേ, നമ്മുടെ ഇവിടെ കയ്യാലിയില്ലേ, അതിനകത്തേക്ക് കയറി പോവും. ചെറിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിറച്ചും പൂവാകും. നമ്മളിപ്പോൾ കാപ്പിക്കുരു കണ്ടില്ലേ, അതിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് ഇത് പൂത്ത് നല്ല പൂവ്, നല്ല മുല്ലപ്പൂവിൻ്റെ ഒക്കെ അതേ മണമാണ്. വേണമെങ്കിൽ നമുക്ക് പൂവൊക്കെ കെട്ടി തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകാം. അതുപോലെ നല്ല മണമാണ്. എല്ലാ കാപ്പിയും ഒരുപോലെ പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ മണമായിരിക്കും കേട്ടോ. നാടൻ കാപ്പിക്കുരുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ചുവന്ന കളറാണ്, നല്ല നല്ല തുടുത്ത കളർ കണ്ടോ. തിന്നാൻ തോന്നുന്നു കണ്ടിട്ട്. അമ്മ നല്ല പറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള കാപ്പിയിലെ കാപ്പിക്കുരു എല്ലാം ഊരി കഴിഞ്ഞതിന് ശേഷം അമ്മ ഇതെല്ലാം കൂടി ഒരു ചാക്കിനകത്ത് കെട്ടി 2-3 ദിവസം ഇങ്ങനെ വെക്കും. അപ്പം നമ്മുടെ ആ ചാക്കിനകത്ത് ഇരുന്ന് പഴുത്ത കാപ്പിക്കുരു ആയിട്ട് നല്ലതായിട്ട് അവിയും. അങ്ങനെ അവിഞ്ഞതിന് ശേഷം നമ്മൾ ഉണക്കാൻ വേണ്ടി വെയിലത്തിടുവാണെങ്കിൽ വേഗം നമുക്ക് കാപ്പിക്കുരു ഉണങ്ങി കിട്ടും. നമുക്ക് ഈ കാപ്പിക്കുരു പഴുത്തത് ഉണങ്ങുമ്പോൾ ഇതിനകത്തൊരു ഫ്ലഷ് ഉണ്ട്, കറുത്ത ആ ഒരു ഫ്ലഷാണ് നമുക്ക് വേണ്ടത്. ഒന്നെങ്കിൽ നമുക്കിത് പച്ചയ്ക്ക് പറിച്ച് അതേപാടെ നമുക്ക് കൊണ്ട് കടയിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയത് കൊണ്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന്
ആവശ്യത്തിനുള്ളത് അവരോട് നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് അവച്ച് തരാൻ. അതിൻ്റെ ആ തൊലി കഴിഞ്ഞതിന് ശേഷമുള്ള കാപ്പിക്കുരു മാത്രം നമുക്ക് തരാൻ പറഞ്ഞാൽ മതി. പണ്ട് കാലത്ത് മില്ലൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അമ്മയൊക്കെ ഇത് ഉരളിനകത്തിട്ട് കുത്തിയായിരുന്നു ഇതിൻ്റെ തൊലി കളയുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് വറക്കം നല്ല കറുത്ത കളർ വരും കേട്ടോ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ജീരകം, ഉലുവ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് ഇത് പൊടിക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കാപ്പി. കുറച്ചു നേരം കാപ്പിക്കുരു ഒക്കെ പറിക്കാൻ അമ്മയെ ഞാനും സഹായിച്ചു. അതിനുശേഷം നമ്മളിത് പെരപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം അവിയാതെ തന്നെ വെറുതെ ഇട്ടേക്കുവാണ്. അല്ലാതെ നമ്മളിത് കുറച്ചുണങ്ങിയതിന് ശേഷം ടാർപ്പാടെ പുറത്താണ് കേട്ടോ ഇതിടുന്നത്. ഇപ്പം ഇതിന്റെ തൊലി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെറുതെ തറയിലിട്ടിരിക്കുന്നത്. ഇത് ഉണങ്ങി ഒരു പകുതി കളറാകുമ്പോൾ ഒരു കറുത്ത കളറാകും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഈ ഒരു കളറാകും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ടാർപ്പായുടെ പുറത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് പൊളിച്ചാൽ തന്നെ അതിന്റെ കുരു പുറത്ത് വരും. അങ്ങനെയാണ് ഇത് നമ്മൾ അവയ്ക്കാനൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ പലതരം കാപ്പികളുണ്ട് കേട്ടോ. നാടൻ കാപ്പിക്കുരു, റോവസ്റ്റ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കുരു ഉണ്ടല്ലോ ഒരു നെല്ലിക്കായുടെ വലിപ്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ പറിച്ചതിന്റെ ബാക്കിയായിട്ടൊക്കെ നിന്ന് കാപ്പിക്കുരുവൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെയാണ് ജസ്റ്റ് കാണിക്കുന്നത്. നല്ല രീതിയിൽ കാപ്പിയൊക്കെ ഉണ്ടാകും. നമ്മൾ വെട്ടിക്കൊടുത്താൽ ഞങ്ങൾ വെട്ടിയിട്ടാണ് ചിലപ്പം പറിക്കുന്നത്, ചിലപ്പം തോട്ടി വെച്ച് വലിച്ചിട്ട് അങ്ങനെയും പറിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കാപ്പിക്കുരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഞങ്ങളുടെ പ്രദേശമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾ പുതിയ ആൾക്കാരിലേക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.